മലപ്പുറം കോഡൂരിൽ ബസ് ജീവനക്കാർ ആക്രമിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. മാണൂർ സ്വദേശി അബ്ദുൽ ലത്തീഫാണ് മരിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ കെ.ടി. സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് ചേരുന്നു. സ്വാലിഹ്, എന്തിനാണ് ഈ ഓട്ടോ ഡ്രൈവറെ ബസ് ജീവനക്കാർ കൂട്ടമായി ആക്രമിച്ച് എത്ര പേർ ചേർന്നാണ് മർദ്ദിച്ചത്? എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്? ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് 11 മണിയോടെയാണ് ഈ സംഭവം. മലപ്പുറത്ത് നിന്ന് വടക്കേ ഭാഗത്തേക്ക് വരികയായിരുന്നു ഓട്ടോറിക്ഷ. 3 സ്ത്രീകളെ വഴിയിൽ നിന്ന് മടക്ക ട്രിപ്പിനിടെ സ്ത്രീകളെ ബസ്സിൽ കയറ്റിയിരുന്നു. ഇതാണ് തൊട്ടു പുറകിൽ വന്ന ബസ് ജീവനക്കാർക്ക് പ്രകോപനമുണ്ടാക്കിയത്. ഇവർ ഓട്ടോയ്ക്ക് കുറുകെ ഇട്ട് മർദ്ദിച്ചായിരുന്നു. ഇയാൾ തന്നെ ഓട്ടോ ഓടിച്ച് ആശുപത്രിയിലേക്ക് എത്തി. അവർ ഡോക്ടറെ കണ്ടു, അഡ്മിറ്റ് ആവണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇടയിൽ കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ചെയ്തത്. ഒരു സ്വകാര്യ ബസ്സിലെ ജീവനക്കാരാണോ മർദ്ദിച്ചത്, അതോ ഈ സ്വകാര്യ ബസ് ജീവനക്കാരെല്ലാം കൂടി മർദ്ദിക്കായിരുന്നു? എന്തായിരുന്നു, അങ്ങനെയാണോ സംഭവം? മഞ്ചേരിയിൽ നിന്ന് ൂരിലേക്ക് പോകുന്ന PT ജീവനക്കാരാണ് മർദ്ദിച്ചത്. ഈ ബസ് മുൻപിലായിരുന്നു ഈ ഓട്ടോ ഉണ്ടായിരുന്നത്. ബസ് കാത്തു നിന്നവരെ ഓട്ടോയിൽ കയറ്റിയതാണ് ഈ പ്രകോപനമാക്കിയിരിക്കുന്നത്. കുഴഞ്ഞു വീണ് മരിച്ചതാണ്. മരണത്തിനുള്ള ഈ മരണം കാരണമാണോ എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. ഇയാൾ തന്നെ ഓട്ടോ ഓടിച്ച് ആശുപത്രിയിൽ വന്നത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടികൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത. ഇപ്പോൾ ഈ ബസ് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തോ? നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബസ്സിലെ ഡ്രൈവർ, കണ്ടക്ടർ, അത് ക്ലീനർ, ഇങ്ങനെ പേരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ശരി, കെ.ടി. സ്വാലിഹാണ് മലപ്പുറത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കോഡൂരിൽ ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റ ഓട്ടോ ഡ്രൈവർക്ക് ദാരുണമായ അന്ത്യം.